അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വിഭവം ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റവ് ഓൺ ചെയ്തു, പാൻ വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകർത്തി മാറ്റാം. ഇനി പാനിലേക്ക് 1 കപ്പ് സേമിയ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് സേമിയാണ്. അപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് അല്ല എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്നിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ റോസ്റ്റ് ആണെങ്കിലും ഞാൻ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്നിതൊന്ന് വഴറ്റി എടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ 3 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ്. നമ്മൾ 1 കപ്പ് സേമിയല്ലേ എടുത്തത്. അപ്പോൾ 1 കപ്പ് സേമിയ എടുക്കുമ്പോൾ 3 കപ്പ് സെയിം തന്നെ വെള്ളം, സെയിം അളവ് കപ്പ് തന്നെ 3 കപ്പ് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് വെള്ളം തിളക്കണം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സേമിയ, റോസ്റ്റ് ചെയ്ത സേമിയ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഈ സേമിയ ഒന്ന് വേകണം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇതുപോലെ പറ്റി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെക്കാം. നന്നായിട്ട് ഇതിലെ വെള്ളം ഇതുപോലെ പറ്റി വന്നിട്ടുണ്ട്. സേമിയ വിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കരുത്. നമുക്കിനി കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് കളർ വ്യത്യാസത്തിന് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് നേരിയ ചൂടുവെള്ളം കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി ഒഴിക്കുക. ഇനി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാ തയ്യാറായി. ഇത് ചൂടാറുമ്പോൾ നമുക്ക് കഴിക്കാം.